السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. കഴിഞ്ഞ ക്ലാസ്സുകളിലായി സൂറത്തുൽ കഹ്ഫിലെ 35 ആയത്തുകൾ പാരായണം ചെയ്യുന്ന രൂപം നാം പഠിച്ചു. പല തജ്വീദിൻ്റെ നിയമങ്ങളും നാം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ പാരായണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിശീലിക്കണം. നല്ല ഒരു കാരിയായി നാം മാറണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ കഹ്ഫിലെ 36-ാമത്തെ ആയത്ത് മുതൽ അല്പം ചില ആയത്തുകളാണ്. എല്ലാവരും മുസ്ഹഫ് തുറന്ന് സൂറത്തുൽ കഹ്ഫിലെ 36-ാമത്തെ ആയത്തിലേക്ക് നോക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അദുന്നു الساعة قائمة ولئن رددت إلى ربي لأجدن خيرا وما أظن وما മീമിന് ഫത്ഹ് തൊട്ടു ശേഷം മദ്ദിയായ ഹർഫായ അലിഫ് വന്നു. അതിൻ്റെ ശേഷം ഹംസ വന്നു. ഇങ്ങനെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ നന്നായി മദ്ദ് ചെയ്യണം. മുമ്പുള്ള ക്ലാസ്സിൽ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നന്നായി നീട്ടിയിട്ട് ഓതണം. വമാ അദുന്നു സ്സാഅ. അദുന്നു ശദ്ദുള്ള നൂനാണ്, മണിച്ചുകൊണ്ട് ഓതണം. അസ്സാഅ അസ്സാഅ ഐന് ശ്രദ്ധിക്കണം. അടുത്ത പദം ഖായിമ. ഇവിടെ ചിലർ ഓതാറുള്ളത് ഖായിമ എന്നാണ്. അങ്ങനെയല്ല, ഖായിമ. തഫ്ഖീമിൻ്റെ അവസ്ഥയിലുള്ള ഹർഫാണല്ലോ ഖാഫ് എന്ന് പറയുന്ന ഹർഫ്. അതുകൊണ്ട് തന്നെ തഫ്ഖീം എന്ന് പറയുന്ന ആ അവസ്ഥ കൊടുത്തുകൊണ്ട് ഓതണം, അഥവാ തടിപ്പിച്ചുകൊണ്ട്. ഇവിടെ മദ്ദക്ഷരമായ അലിഫിന് ശേഷം ഹംസ വന്നു. നന്നായി നീട്ടിയിട്ട് തന്നെ ഓതുക. ഇവിടെ ഖായിമത്തൻ താഇന് തൻവീനാണ്, തൊട്ടു ശേഷം വാവും. സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം വാവു എന്നാൽ ഇദ്ഗാമും ബിഗുന്ന, മണിച്ചുകൊണ്ട് ഉന്നത്തോടെ ഇദ്ഗാം ചെയ്തിട്ടാണ് ഓതേണ്ടത്. ഖായിമതൻ വലഇർ റുദിത്. വലഇൻ സാക്കിനായ നൂന് ശേഷം വലഇറു റാ ആണ്. ഇങ്ങനെ സാക്കിനായ നൂനിന് ശേഷം ലാമോ റാഓ, നാം ഈ ഓതുന്ന ഈ പദത്തിൽ വന്നത് റാ ആണ്. ലാമോ റാഓ വന്നാൽ ഇദ്ഗാമും ബിലാഗുന്ന എന്ന് പറഞ്ഞാൽ ഉന്നത്തു കൂടാതെ ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ഇവിടെ ചിലർ ഓതും വല ഇൻ റുദിത്തു. ആ പാരായണം ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല, ഇദ്ഗാമും ബിലാഗുന്ന ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. അതെങ്ങനെ? വല ഇൻ റുദിത്തു ഇലാ റബ്ബി റാ തഫ്ഖീം ചെയ്തുകൊണ്ട് ഓതുക. ലഅജിദന്ന ഖൈറാ. ലഅജിദന്ന ശദ്ദുള്ള നൂനാണ്, നന്നായി മണിക്കണം. ഖൈറൻ മിൻഹ. ഖ
ഖൈറൻ തൻവീന് ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന ചെയ്യണം. ഉന്നത്തോടെ ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ. ഇവിടെ സാക്കിനായ നൂനിന് ശേഷം ഖാഫാണ്, ഇഖ്ഫാ ചെയ്യണം. മുൻഖലബ. ഇവിടെ ചിലരോതും മുൻഖലബ. അങ്ങനെയല്ല ഓതേണ്ടത്. ഇഖ്ഫാ മറച്ചു മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ. അടുത്ത ആയത്ത് قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب قال له صاحبه. قال എന്നായി പോകാൻ പാടില്ല. قال له صاحبه. സ്വാദാണ്. തഫ്ഹീം കൊടുക്കണം. ഇസ്തിഅലാ എന്ന് പറയുന്ന സിഫത്ത് കൊടുക്കണം. ഇർതിബാഖ് അഥവാ നാവിൻ്റെ മദ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം മേലെ അണ്ണാക്കോട് ചേർന്നുകൊണ്ട് ഇർതിബാഖ് എന്ന് പറയുന്ന സിഫത്ത് ഇതൊക്കെ കൊടുത്തുകൊണ്ടാണ് ഓതേണ്ടത്. സ്വാഹിബു അല്ലാതെ സീനായി പോകാൻ പാടില്ല. ഖാല ലഹു സാഹിബുഹു എന്ന് സീനായിട്ടല്ല ഓതേണ്ടത്. സ്വാദ്. قال له صاحبه وهو يحاوره. وهو വഹു ഇവിടെ ഹ ആണ്. ഹ ആണ്. വഹുവ യുഹാവിറുഹു എന്ന് രണ്ടും ഹ ആയി പോകാൻ പാടില്ല. ആദ്യത്തത് ഹ, രണ്ടാമത്തത് ഹ ആണ്. വഹുവ യുഹാവിറുഹു അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബ്. ഇവിടെ നന്നായി മദ്ദ് ചെയ്യണം. വഹുവ യുഹാവിറുഹു അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബ്. ഇങ്ങനെ നന്നായി മദ്ദ് ചെയ്തുകൊണ്ട് ഓതുക. ഖലഖക മിൻ തുറാബ്. മിൻ സുക്കൂനുള്ള നൂനാണ്. തൊട്ടുശേഷം ത ആണ്. ഇവിടെ നന്നായി മണിക്കണം. മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫ. മിൻ തുറാബ് മണിക്കണം. തുറാബിൻ സു മണിക്കണം. സുമ്മ മണിക്കണം. മിൻ നുത്ഫ അവിടെ മണിക്കണം. അടുത്ത പദം മിൻ നുത്ഫത്തിൻ സുമ്മ. ഈ പദങ്ങളിലൊക്കെ മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ സവ്വാക റജുല. ഇങ്ങനെ മണിച്ചുകൊണ്ട് തന്നെ ഓതുക. അടുത്ത ആയത്ത് لكن هو الله ربي ولا أشرك بربي أحدا. لكن هو الله. എല്ലാവരും മുസ്ഹഫിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. ലാകിന്ന ഈ പദത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും ഓതാറുള്ളത് ലാകിന്നഹു വല്ലാഹ് എന്നാണ്. ലാകിന്നഹു വല്ലാഹ് അങ്ങനെ അല്ല ഓതേണ്ടത്. ലാകിന്നഹു വല്ലാഹ് അടിവരയിട്ട് മനസ്സിലാക്കണം. ഇനി ഈ പദത്തിൽ തെറ്റാൻ പാടില്ല. ആരെങ്കിലും ഇതുവരെ അങ്ങനെ ഓതിയെങ്കിൽ ഇന്നു മുതൽ ആ രീതി നിർത്തി ഇതേപോലെ ശരിയായ രൂപത്തിൽ തന്നെ ഓതി പഠിക്കണം. ലാകിന്ന എന്ന പദത്തിൽ നാം വഖഫ് ചെയ്യുന്നതാണെങ്കിൽ, വഖഫ് ചെയ്യണമെന്നല്ല, എങ്ങനെയാണ് അവിടെ വഖഫ് ചെയ്ത് ഓതുക എന്നൊരാൾ ചോദിച്ചാൽ അതിനുള്ള മറുപടി ലാകിന്ന എന്നാണ്. അല്ലാതെ ലാകിന്ന എന്നല്ല, ലാകിൻ എന്നും അല്ല.
മറിച്ചു ലാകിന്ന എന്നാണ്. ഇനി അടുത്ത പദവുമായി ചേർത്തോതുന്നാണെങ്കിലോ ആ അലിഫ് നാം ഉച്ചരിക്കുകയില്ല. അതിങ്ങനെയാണ് നാം മുമ്പ് ഓതിയതുപോലെ ലാകിന്നഹു വല്ലാഹ്, ലാകിന്നഹു വല്ലാഹ്, ലാകിന്നഹു വല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദാ വലാ ഉശ്രികു ബിറബ്ബി വലാ ഉശ്രികു. ഇവിടെ നന്നായി മദ് ചെയ്യണം. മദ്ദക്ഷരമായ അലിഫിന് ശേഷം ഹംസയാണ്. ബിറബ്ബി അഹദ, ബിറബ്ബി. ഇവിടെയും ബായിന് ശേഷം യാ ആണ്, മദ്ദിയായ ഹർഫാണ്. ഏതൊക്കെയായിരുന്നു മദ്ദിയായ ഹർഫ്? അലിഫ്, വാവ്, യാ. അലിഫ് ഫത്ഹിൻ്റെ ശേഷമാണ് വരിക. യാ അഥവാ മദ്ദിയായ യാ കസ്റിന് ശേഷം, ഏതുപോലെ റബ്ബി, റബ്ബി. ഇവിടെയുള്ള ബായിന് ശേഷമുള്ള യാ മദ്ദിയായ ആണ്. അടുത്ത ഹർഫായ മദ്ദിയായ വാവ് ഇത് ലമ്മിന് ശേഷമാണ് വരിക. ഇങ്ങനെ ഈ മദ്ദിയായ അലിഫ്, വാവ്, യാ ഈ ഹർഫുകൾക്ക് ശേഷം ഹംസ വന്നാൽ നന്നായി നീട്ടിയിട്ട് തന്നെ ഓതി പരിശീലിക്കണം. അടുത്ത ആയത്ത് ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله ولولا إذ دخلت. ഇവിടെയും മദ്ദക്ഷരമായ അലിഫിന് ശേഷം ഹംസ വന്നു. നന്നായി മദ് ചെയ്യണം. ദഖൽത ജന്നതക ഖുൽത ക ഉ. ശ്രദ്ധിക്കണം, ഒന്നാമത്തത് കാഫാണ്, രണ്ടാമത്തത് ഖാഫാണ്. ജന്നതക ഖു, ജന്നതക ഖുൽത, ജന്നതക ഖുൽത മാ ഷാ അല്ലാഹ്, മാ ഷാ. ഇവിടെയും നന്നായി നീട്ടിയിട്ടാണ് ഓതേണ്ടത്. ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇൻ തറനി അന അഖല്ല മിൻക മാലൻ വവലദാ. ഇൻ തറനി, അവിടെയും നന്നായി മണിക്കണം. ഇൻ തറനി അന അഖല്ല, അന അഖല്ല, അന. ഇവിടെയും ചിലർ അന അഖല്ല എന്ന് ഓതാറുണ്ട്. അങ്ങനെയല്ല, അന അഖല്ല എന്നാണ് ഓതേണ്ടത്. അന അഖല്ല മിൻക, മിൻക. സാക്കിനായ നൂനിന് ശേഷം കാഫ് വന്നു. ഇഖ്ഫാ, മറച്ചു മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ഇൻ തറനി അന അഖല്ല മിൻക മാലൻ വവലദാ. നാം ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. ഇനി നമുക്ക് ഒന്നിച്ചു ഓതി പഠിക്കാം. മുമ്പൊക്കെ പറഞ്ഞതുപോലെ ഓരോ ആയത്തുകളും 2 തവണ ഓതും. ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ ഞാൻ ഓതുന്നത് പോലെ നിങ്ങളും ഓതുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. وما أظن الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا
وما أظن الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا. لكن هو الله ربي ولا أشرك بربي أحدا. لكن هو الله ربي ولا أشرك بربي أحدا. ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا. ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا. നാം ഇപ്പോൾ ഈ ഓതിയതുപോലെ നിങ്ങളെല്ലാവരും ഓതിപ്പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഹിഫ്ളിലെ ഭാഗം ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ ഭാഗങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാമായ ഈ ഖുർആൻ ഷരീഫ് ഒരു തെറ്റും കൂടാതെ ഓതിപ്പഠിക്കാൻ, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ, മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.